A warm good afternoon to one and all. Today, we are celebrating the birth of Jesus and second anniversary of Genova Stallions. എല്ലാവർക്കും ആദ്യം തന്നെ പിറവി തിരുനാളിന്റെ ആശംസകൾ നേരുകയാണ്. Happy Christmas to all of you. എന്താണ് ക്രിസ്മസ്? മനോഹരമായി അലങ്കരിച്ച മരങ്ങളോ, മിന്നുന്ന പേപ്പറുകളിൽ പൊതിഞ്ഞ സമ്മാനങ്ങളോ, പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ക്രിസ്മസ് അപ്പൂപ്പനോ, പാട്ടുകൾ പാടി രസിപ്പിക്കുന്ന കരോൾ സംഘങ്ങളോ, മനോഹരമായി അലങ്കരിച്ച പുൽക്കൂടോ? എന്നാൽ തെറ്റിപ്പോയി, ഇതൊന്നുമല്ല ക്രിസ്മസ്. യേശു പിറന്ന ദിവസം ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുന്നതാണ് ക്രിസ്മസ്. ദൈവമായ യേശു ഭൂമിയിൽ ഇറങ്ങി വന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴാനാണ്. യേശുവിന് ആവശ്യം ആഘോഷങ്ങളല്ല, നമ്മുടെ ഹൃദയങ്ങളാണ്. മാനവികതയുടെയും സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും എല്ലാം പ്രതീകമായിട്ടാണ് നാം ഉണ്ണീശുവിനെ പുൽക്കൂട്ടിൽ കാണുന്നത്. ക്രിസ്മസിന്റെ അർത്ഥം തന്നെ ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ. സകലത്തിന്റെ അധിപനായ ദൈവം നമ്മിൽ ഒരുവനായി ഭൂമിയിൽ പിറന്ന് എളിമയുടെ മാതൃക കാണിച്ചു തന്നു. ക്രിസ്മസിന്റെ സന്ദേശം തന്നെ മനുഷ്യനെ മനസ്സിലാക്കുക, എളിയവനായി ജീവിക്കുക, സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറുക, ദൈവഹിതമനുസരിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും ഇമ്മാനുവേലിനെ നമുക്ക് ആവശ്യമുണ്ട്. ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ അടുത്ത്, സ്നേഹം നമ്മോട് കൂടെ എന്നൊക്കെയാണ്. ഈ അവസരത്തിൽ മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. 1000 പുൽക്കൂടുകളിൽ ക്രിസ്തു പിറന്നാലും എൻ്റെ മനസ്സിൽ ക്രിസ്തു പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് എനിക്ക് അർത്ഥശൂന്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. എൻ്റെ മനസ്സിലും ഉണ്ണീശോ പിറന്നോ? സ്നേഹവും കാരുണ്യവും എൻ്റെ ഹൃദയത്തിലുണ്ടോ? സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ സുന്ദര നിമിഷത്തെ ജനോവ സ്റ്റാലിയൻസിന്റെ കൊച്ചു കലാകാരന്മാർ നമുക്ക് വേണ്ടി ഇവിടെ പുനർജനിപ്പിക്കുകയാണ്. നിങ്ങളേവരെയും ജനോവ സ്റ്റാലിയൻസിന്റെ ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക്, 2ാം ആനിവേഴ്സറിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു.